കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഇന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ ഒരു ഫാമിലി കോടതിയിൽ നിന്നും ഭർത്താവിന് അനുകൂലമായി വന്നിട്ടുള്ള ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കോടതി ഭർത്താവിന് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രധാനമായിട്ടും 5 ആനുകൂല്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു മെർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെയിലറാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ പറയുക, മറ്റുള്ളവരെ പോലെ എപ്പോഴും ലീവ് കിട്ടണം അങ്ങനെ നിർബന്ധമില്ലാത്തൊരു സിറ്റുവേഷനാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നത്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടും കുട്ടിയുടെ ഒരു വെൽഫെയർ പരിഗണിച്ചുകൊണ്ടുമാണ് കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. പോയിൻ്റായിട്ട് ഇങ്ങനെ പറയുമ്പോൾ മെയിനായിട്ടും കൊടുത്തേക്കുന്നത് കുട്ടിക്ക് വിസിറ്റേഷൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്റ്റ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കസ്റ്റഡി അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ദ ഫാദർ ഈസ് പെർമിറ്റഡ് ടു മേക്ക് ഓഡിയോ ഓർ വീഡിയോ കോൾ ടു ദി മൈനർ ചൈൽഡ് ഓൺ എവറി ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് ഫോർ 15 minutes in between 7 PM and 8 PM ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതായത് ഇന്ത്യൻ സമയം 7 മണി വൈകിട്ട് മുതൽ 8 മണി PM ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 15 മിനിറ്റ് വീതം കുട്ടിയുമായിട്ട് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുവാനായിട്ടുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കോൾ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റാണ്. ഗൂഗിൾ മീറ്റായുള്ള ഗുണം എന്താണ്? അച്ഛന് മാത്രമല്ല അച്ഛൻ്റെ ബന്ധുക്കൾക്കും ആ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തിട്ട് കുട്ടിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്ററാക്ഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് ഇവിടെ 1.5 വയസ്സ് തന്നെയാണ്. 1.5 വയസ്സായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കുട്ടീനെ കാണുക മാത്രമായിരിക്കും, സംസാരം അവിടെ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ക്ലിയറായി. രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ പെറ്റീഷണർ ഈസ് ഹിയർ ഓൺ ലീവ്, respondent shall hand over the custody of the minor child on all Saturday from 8 AM till 8 PM of Sunday എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭർത്താവ് ലീവിൽ നാട്ടിലേക്ക് വരുന്ന സമയത്തുള്ള എല്ലാ ശനിയാഴ്ചകളിലും കാലത്ത് 8 മണി മുതൽ ഇൻക്ലൂഡിങ് നൈറ്റ് കസ്റ്റഡി സൺഡേ 8 PM വരെ കുട്ടീനെ അച്ഛനെ ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത്. നല്ലൊരു പോയിന്റ് അല്ലേ? നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നത്, ഇഫ് ദ പെറ്റീഷണർ ഈസ് ഹിയർ ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ്, റെസ്പോണ്ടന്റ് ദറ്റ് ഈസ് മദർ ഷാൾ ഹാൻഡ് ഓവർ ദ കസ്റ്റഡി ഓഫ് ദ മൈനർ ചൈൽഡ് 1 week ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ആൻഡ് 1 week ഇൻ ദ മന്ത് ഓഫ് മെയ് എന്നാണ് പറയുന്നത്. അതായത് സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ ഏപ്രിൽ മാസം ഏതെങ്കിലും ഒരാഴ്ച ഫുള്ളും മെയ് മാസം ഏതെങ്കിലും ഒരാഴ്ച ഫുള്ളും അമ്മ എന്ത് ചെയ്യണം, കുട്ടിയുടെ കസ്റ്റഡി, പെൺകുട്ടിയാണ്, കുട്ടിയുടെ കസ്റ്റഡി എന്ത് ചെയ്യണം, ഈ ഫാദറിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നത്, ദ റെസ്പോണ്ടന്റ് മദർ ഷാൾ ഇൻഫോം ദ പെറ്റീഷണർ റിഗാർഡിംഗ് ദി എൻറ്റയർ ആസ്പെക്ട്സ് അബൌട്ട് ദി സ്റ്റഡീസ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഓഫ് ദി ചൈൽഡ് എന്നാണ് പറയുന്നത്. അതായത് കുട്ടിയുടെ വിദ്യാഭ്യാസം, കുട്ടിയുടെ ആരോഗ്യം, കുട്ടിയുടെ മറ്റു കാര്യങ്ങൾ, നമുക്ക് കുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളുണ്ടാവുമല്ലോ, ഈ കാര്യങ്ങളൊക്കെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അച്ഛനെ യഥാസമയം അമ്മ അറിയിച്ച് കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ അവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്താ പറയുക, ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന അച്ഛന്മാരുണ്ടെന്നറിയാം. അവർക്കെല്ലാവർക്കും ഈ ഒരു കോടതി വിധിയുടെ ഈ ഒരു ആനുകൂല്യം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് കൊടുക്കാനുള്ള കാരണമായിട്ട് കോടതി പറയുന്ന പോയിന്റ് ഇതാണ്. ദ കോർട്ട് മസ്റ്റ് അഡോപ്റ്റ് എ ഹോളിസ്റ്റിക് വ്യൂ കൺസിഡറിംഗ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ബോത്ത് പാരൻസ് ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ട്രൂലി ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, അവോയ്ഡിങ് ബയാസസ് ദാറ്റ് അറൈസസ് ഫ്രം പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടാവും, അതാണ് പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്.
അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കുട്ടിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ, മൗലിക അവകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനൊന്നും ഹനിക്കാത്ത രീതിയിൽ ആര് ചെയ്യണം, ചെയ്യേണ്ട കടമ ആർക്കുണ്ട്? ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. മോറോവർ പറയുന്ന അടുത്ത പോയിന്റ് ഇതാണ്, the child's well-being is central and the love, affection and company of both parents are essential, forming a basic human right for the child എന്നാണ് പറയുന്നത്. അതായത് കുട്ടിക്ക് കുറേ വർഷങ്ങളോ അല്ലെങ്കിൽ നാളുകളായിട്ടോ അച്ഛനുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയോ അമ്മയുമായി ബന്ധപ്പെടാതിരിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹം, ലവ്, അഫെക്ഷൻ, അതുപോലെ തന്നെ എന്താണ് അഫെക്ഷൻ, ഇവക സംഭവം, കമ്പനി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഫോർ ബോത്ത് പാരൻസ് ആർ അസെഷൻ ഫോമിങ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഫോർ ദി ചൈൽഡ്. ഇനി പറഞ്ഞ അടുത്ത പോയിന്റ് ഇതാണ്, ദ കോർട്ട്സ് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ കസ്റ്റഡി ഡിസ്പ്യൂട്ട് ഈസ് എൻഷുർ ദാറ്റ് ബോത്ത് പാരൻസ് മെയിൻറ്റെയിൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദി ചൈൽഡ് എന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ കോടതിയിൽ എന്തൊക്കെ യുദ്ധങ്ങൾ നടന്നാലും കുട്ടിയും അമ്മയും കുട്ടിയും അച്ഛനും തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ ആര് തമ്മിൽ ഉണ്ടാവണം നിർബന്ധമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷെ കുട്ടികൾക്ക് ഇടയിൽ എന്തുണ്ടാകാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ. അച്ഛനെ പറ്റി മോശം അഭിപ്രായം അമ്മയോ, അമ്മയെ പറ്റി മോശം അഭിപ്രായം അച്ഛനോ പറഞ്ഞു കൊടുക്കാതെ അവർ മൂന്നാളും തമ്മിൽ എന്തുണ്ടാവണം, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണം. കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരേപോലെ കിട്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ബിഹേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ നിന്നും കസ്റ്റഡി ഓർഡർ കിട്ടിയതിന് ശേഷവും അച്ഛനെ കുട്ടീനെ ഏൽപ്പിക്കാതിരിക്കുന്ന ഒരു ക്രൂരമായ ഒരു പ്രവൃത്തി നമ്മുടെ കോടതിയിൽ കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഇതിൽ ഏറ്റവും വലിയ ഒരു പാര എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ അമ്മായിച്ചൻ, അമ്മായിമ്മ, ആങ്ങളമാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, ഫാമിലി കോടതിയാണ്, സബ്ജക്റ്റ് മാറ്റർ കോർട്ടാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇൻ്റർഫർ ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും കോടതി അനുവദിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ മറ്റവന്മാർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് മൊത്തം പണി കിട്ടും എന്നുള്ളത് മനസ്സിലായോ പറഞ്ഞത്. അത് ഭാര്യയും ഭർത്താവും കുട്ടികളും തമ്മിലുള്ള ഇഷ്യൂ ആണ്. നിങ്ങളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങളതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസല് പണി കിട്ടും. പണി അറിയാവുന്ന വക്കീലന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാർ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വെറുതെ ആളാവാനായിട്ട് ഈ പറഞ്ഞ അച്ചാച്ചന്മാരും അമ്മമാരും ചെല്ലുക, കുട്ടിയും അച്ഛനും കൂടി സംസാരിക്കുമ്പോൾ കയറി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ സ്നേഹത്തോടെ എന്തെങ്കിലും ഭക്ഷണമോ വസ്ത്രമോ കൊടുക്കുമോ അത് മേടിച്ച് വലിച്ചെറിയുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. നിയമം അറിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ പറയുന്ന അമ്മാവന്മാരും അച്ചാച്ചന്മാരും അമ്മാവന്മാരും ആങ്ങളന്മാരും അനിയന്മാരും ഈ പറയുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയറായില്ലേ? അപ്പോൾ കുട്ടികളെ കാണാൻ വിഷമമുള്ള ഫാദേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു റൂള് കോടതി വിധി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരോടും ഈ പറയുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം കൂടി അവരറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുക ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം.